പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക നിരീക്ഷണ യുദ്ധവിമാനങ്ങൾ മേഖലയിൽ നിലയുറപ്പിക്കുന്നതായി റിപ്പോർട്ട്. പ്രമുഖ വിമാന നിരീക്ഷകനായ സ്റ്റെഫാൻ വാട്കിൻസിനെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അമേരിക്കൻ വ്യോമസേനയുടെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള വിമാനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ എത്തിയതായി ഫ്ലൈറ്റ് റഡാർ 24 പോലെയുള്ള വെബ്സൈറ്റുകൾ വ്യക്തമാക്കുന്നു. E-11A ബാക്കൺ ആണ് അതിൽ പ്രധാനം. ആശയവിനിമയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ വിമാനം ഗ്രീസിലെ കീറ്റിൽ നിന്നും സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് പുറപ്പെട്ടു. സൈനിക വിഭാഗങ്ങൾക്കിടയിൽ അതീവ രഹസ്യമായും വേഗത്തിലും വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഫ്ലൈയിങ് കമ്മ്യൂണിക്കേഷൻ ഹബ്ബാണിത്. ഇറാഖിന് മുകളിൽ വെച്ച് ഈ വിമാനം സിഗ്നലുകൾ ഓഫ് ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. മറ്റൊന്നാണ് ബോയിങ് RC-135. ഇലക്ട്രോണിക് നിരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഈ അത്യാധുനിക വിമാനം ഖത്തറിലെത്തിയതായി സ്റ്റെഫാൻ വാട്കിൻസ് ചൂണ്ടിക്കാട്ടുന്നു. E-3G സെൻട്രിയാണ് മറ്റൊരു യുദ്ധവിമാനം. യുദ്ധനീക്കങ്ങൾ ഏകോപിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഈ വിമാനത്തിന്റെ സാന്നിധ്യമാണ് ഏറ്റവും നിർണായകം. കഴിഞ്ഞ വർഷം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ മിഡ്നൈറ്റ് ഹാമർ എന്ന ആക്രമണത്തിന് തൊട്ടുമുൻപാണ് ഈ വിമാനങ്ങൾ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഏറ്റവും സങ്കീർണമായ ജോലികൾ ചെയ്യുന്ന യുദ്ധവിമാനങ്ങൾ അവസാന നിമിഷം മാത്രമാണ് മേഖലയിലേക്ക് എത്താറുള്ളതെന്ന് വാട്കിൻസ് നിരീക്ഷിക്കുന്നു. 2 ആഴ്ച മുൻപ് ഇവ ഇവിടെ എത്തിയിരുന്നുവെങ്കിൽ വെറുതെ ഇരിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവ വന്നു തുടങ്ങിയിരിക്കുന്നത് ഏതു നിമിഷവും അടുത്ത നീക്കം ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണെന്നും അദ്ദേഹം പറഞ്ഞു. E-3G സെൻട്രി വിമാനങ്ങൾ കൂടി എത്തുന്നതോടെ കഴിഞ്ഞ വർഷത്തെ മിഡ്നൈറ്റ് ഹാമർ എന്ന ആക്രമണത്തിന് സമാനമായ രീതിയിൽ അമേരിക്കൻ നീക്കം പൂർത്തിയാകുമെന്നും ഇതൊരു വലിയ സൈനിക നീക്കം ഉടൻ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം ഇസ്രായേലിലെ ചെങ്കടൽ തുറമുഖ നഗരമായ ഏലിയാത്തിൽ USS ഡെൽബർട്ട് D ബ്ലാക്ക് എന്ന യുദ്ധക്കപ്പലിനെ അമേരിക്ക വിന്യസിച്ചു. ടോം ഹോക്ക് ക്രൂസ് മിസൈലുകൾ വഹിക്കുന്ന ഈ കപ്പലിന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം നടത്തുകയാണെങ്കിൽ പ്രതിരോധിക്കുക എന്നതുകൂടി ഉദ്ദേശിച്ചാണ് കപ്പലിനെ വിന്യസിച്ചതെന്നാണ് വിലയിരുത്തൽ. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൈനിക നടപടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ചർച്ചകൾക്ക് തയ്യാറാണെന്നും സൂചന നൽകിയിട്ടുണ്ടെങ്കിലും മേഖലയിലെ സാഹചര്യം ഇപ്പോഴും അതീവ സങ്കീർണമായി തുടരുകയാണ്.